നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം ഡോക്ടർ ജുനൈദ്. ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ വിശദീകരിക്കുന്ന ടോപ്പിക്, രാവിലെ തൊട്ട് ഒരു ജോലിയും ചെയ്യാതെ മടി പിടിച്ച് ലതാർജിക്കായി നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ എനർജി ലെവൽ കൂട്ടാനും അവരുടെ ആക്ടിവിറ്റികൾ കൃത്യമായി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ചില ടിപ്സുകളാണ് പറയുന്നത്. അപ്പൊ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ചില സയന്റിഫിക്കലി ബാക്ക്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഇത് ചെയ്തോളൂ എന്നല്ല പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് കൃത്യമായി ചൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യാനും എന്നും എനർജി ലെവൽ ഇമ്പ്രൂവ് ആയി നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റിയൊക്കെ കൃത്യമായി ചെയ്തു പോകാനൊക്കെ സഹായിക്കുന്ന ചില ഇൻഫർമേഷൻസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മുടെ എനർജി ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി 2 ഹോർമോണുകളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തത് കോർട്ടിസോളും, രണ്ടാമത്തത് എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ അഡ്രിനാലി എന്ന് പറയുന്ന ഹോർമോണാണ്. അപ്പൊ ഈ ഹോർമോണുകൾ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് നെഗറ്റീവായ രീതിയിലാണ്. അതായത് ശരീരത്തിന് മോശമായിട്ടുള്ള സ്ട്രെസ് ഹോർമോൺ എന്നൊക്കെ അറിയപ്പെടുന്ന തരത്തിലാണ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോർമോണുകൾ ചില അളവിൽ നമുക്ക് ആവശ്യമുണ്ട്. ആ അളവിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കുറയാനും ലെതർജി ആവാനും ഡിപ്രസീവ് മൂഡിലേക്ക് പോകാൻ കാരണമാവും. അതേസമയം ഈ ഹോർമോണുകൾ കൂടിക്കഴിഞ്ഞാലോ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരുപാട് സ്ട്രെസ് കാരണം ശരീരത്തിൽ ഒരുപാട് ഡാമേജുകളും ഉണ്ടാവും. ഈ ഹോർമോണുകൾ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ചില അളവുകളിൽ നമ്മുടെ ശരീരത്തിന് വേണം. പക്ഷെ ഇത് കൂടിയ കാരണത്താൽ നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുക, ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിന്റെ അളവ് നമുക്ക് ഒരുപാട് കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ ഹോർമോണുകൾ ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതും ഒരുപാട് കാലത്തേക്ക് ഇത് രക്തത്തിൽ കൂടി നിൽക്കുന്നതും നല്ലതല്ല. അത് ക്രോണിക് സ്ട്രെസ് എന്ന അവസ്ഥകളിലൊക്കെ ഇതാണ് സംഭവിക്കാറുള്ളത്. അപ്പം അത് ശരീരത്തിന് ഒരുപാട് ഡാമേജുകൾ ഉണ്ടാക്കും. പക്ഷെ ചെറിയൊരു അളവിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഹോർമോണുകൾ തന്നെയാണിത്. അപ്പോൾ ഈ ഹോർമോണുകളെ ചില നാച്ചുറൽ മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട്, ചില ജീവിതശൈലി മാറ്റങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന്റെ അളവ് ആവശ്യത്തിന് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനും ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യാനും അത് മുഖേന നമ്മുടെ എനർജി ലെവൽ ഇംപ്രൂവ് ചെയ്തിട്ട് ആക്റ്റീവായി നിലനിൽക്കാനും പറ്റും. അതിനു മുമ്പായിട്ട് ആഹാരത്തെ കുറിച്ചിട്ടല്ല പറയുന്നത് കേട്ടോ. ചില ആഹാരങ്ങൾ കഴിച്ചത് കൊണ്ട് നിങ്ങളുടെ എനർജി കൂട്ടും. ആ എനർജി അല്ല, അത് നമ്മുടെ കോശങ്ങൾക്ക് വേണ്ട എനർജിയാണ്. ഞാൻ പറയുന്നത് നെർവിന്റെ എനർജി, നമ്മുടെ മനസ്സിന്റെ എനർജി, അതായത് നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള എനർജിയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ആഹാരത്തെ കുറിച്ച് പറയുമ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാർബോഹൈഡ്രേറ്റ്, അമിതമായി മധുരം അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, അതുപോലെ ബേക്കറി പലഹാരങ്ങൾ, ഇതുപോലുള്ള ആഹാരങ്ങൾ സ്ഥിരമായി കഴിച്ച് ശീലിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് നിങ്ങളുടെ എനർജി ലെവൽ കുറക്കും. കാരണം ഇതൊക്കെ നമ്മുടെ കംഫർട്ടബിൾ ഫുഡാണ്. പൊതുവെ നമുക്ക് ക്രേവിങ് തോന്നാറുണ്ട് ഇത്തരം ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തോന്നുന്ന സമയത്ത് നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു കംഫർട്ട് കിട്ടുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരീരത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന കോർട്ടിസോളിന്റെയും എപ്പിനെഫ്രിന്റെ അളവ് കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, നമ്മൾ ലതാർജി മോഡിലേക്ക് പോകും. ലതാർജി ആയിട്ട് നമുക്ക് ഫോക്കസ് കിട്ടാത്ത അവസ്ഥയിലേക്കൊക്കെ പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഉച്ചയ്ക്ക് ശേഷമൊക്കെ നന്നായി ഹെവി ആയിട്ട് ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ലതാർജി ഫീലിംഗ് നമുക്ക് കിട്ടാറുണ്ട്. അതിൽ ഈ ഒരു പ്രോസസ്സും കൂടി അതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരുപാട് മധുരാഹാരങ്ങൾ, ഒരുപാട് അന്നജടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് ശീലമുള്ളവർ അതിന്റെ അളവ് മോഡറേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എനർജി ലെവൽ നല്ല രീതിയിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പം പല മെത്തേഡുകളുണ്ട് നമ്മുടെ എനർജി ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ. അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലെ തന്നെ നിങ്ങൾ എണീറ്റിട്ട് നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളുക. എന്തുകൊണ്ടാണ് പ്രധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം അത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു അലേർട്ട്നെസ് കൊണ്ടുവരും. സൂര്യപ്രകാശം നമ്മുടെ കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ എമൗണ്ട് കൂട്ടും. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, റൂമിലുള്ള ലൈറ്റ് കൊണ്ട് പറ്റൂലേ, സൂര്യപ്രകാശം തന്നെ കൊള്ളണം എന്ന് നിർബന്ധം ഉണ്ടാവും എന്നുള്ളത്? പൊതുവെ നമ്മുടെ റൂമിലുള്ള ലൈറ്റ് ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ലൂമിനൻസ് എത്ര മെഷർ ചെയ്യുകയാണെങ്കിൽ ലക്സ് എന്ന യൂണിറ്റിലാണ് ഇതിന് മെഷർ ചെയ്യുക. അതിൻ്റെ അളവ് ഏകദേശം 100 തൊട്ട് 500 ലക്സ് ആണ് വരിക. പക്ഷേ സൂര്യപ്രകാശത്തിൻ്റെ 1000 തൊട്ട് 5000 വരെ പോകാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അത്രത്തോളം ലൂമിനൻസ് ഉള്ള ഒരു ലൈറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ആക്ടിവേറ്റ് ആവാനും അലേർട്ട് ആവാനും നമ്മുടെ കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനും അതൊരു കാരണമാവും.
അപ്പോൾ രാവിലെ തന്നെ നിങ്ങൾ സൂര്യപ്രകാശം കൊള്ളുക എന്നുള്ളത് ആ ദിവസം മുഴുവൻ നിങ്ങളുടെ എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്ഫുൾ ആവുന്ന ഒരു മെത്തേഡായി മാറും. ഇനി രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് കോൾഡ് ഷവർ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത്. തണുപ്പ് എന്ന് പറയുന്നത് നമുക്ക് പൊതുവെ അറിയാവുന്നതാണ്, ശരീരത്തിന് അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്നില്ല. അപ്പോൾ ഈ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ ശരീരത്തെ കൊണ്ടുപോകുമ്പോൾ ഇത് സ്ട്രെസ്സായി കണക്കാക്കുകയും ശരീരം കോർട്ടിസോൾ എപ്പിനെഫ്രിൻ്റെ സെക്രീഷൻ കൂട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് മുഖേനയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ എനർജി ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇത് ഒരുപാട് അളവിലൊന്നും കൂട്ടില്ല, ശരീരത്തിന് ആവശ്യമുള്ള അളവിൽ മാത്രമേ ഈ മെത്തേഡുകളൊക്കെ കൂട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ദോഷമൊന്നും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട്, ഹൃദ്രോഗം, അതുപോലെ ലങ് ഡിസീസസ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നം, അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ചിലപ്പോൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക എന്നുള്ളത് അത്ര സൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ആയിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മറ്റു മെത്തേഡ്, അതായത് സൂര്യപ്രകാശം കൊള്ളുക, ഇനി ഞാൻ പറയാൻ പോകുന്ന ചില മെത്തേഡുകൾ നിങ്ങൾക്ക് സൂട്ടബിൾ ആണെങ്കിൽ അത്തരം കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊരു കാര്യമാണ് ഫാസ്റ്റിംഗ്. നമ്മൾ ആഹാരം കുറച്ച് നേരം കഴിക്കാതിരിക്കുന്ന സമയത്ത് അതും നമ്മുടെ ശരീരത്തിനൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ ആണ്, ഒരു ശരീരത്തിൽ ഒരു സ്ട്രെസ് ആയിട്ടാണ് അത് കൺസിഡർ ചെയ്യുക. അതുകൊണ്ട് തന്നെ ശരീരം ഈ കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ എന്ന 2 ഹോർമോണിൻ്റെ ഉൽപാദനം കൂട്ടും. അപ്പം ഒരുപാട് നേരം ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നല്ല പറയുന്നത്, നമുക്ക് ആഹാരം ഇടയ്ക്കിടയ്ക്ക് കഴിക്കാതെ കുറച്ച് ഗ്യാപ്പ് ഇടുക. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് അതിന് ഒരു നല്ലൊരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമ്മൾ ഏർലി ഈവനിങ് നേരത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ ത്രൂ ഔട്ട് ഉറങ്ങുന്ന സമയത്ത്, രാവിലെ എണീക്കുന്ന സമയത്തും നമ്മുടെ ഈ കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ ഉൽപാദനമൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. രാവിലെ ഉണരുന്ന സമയത്ത് നല്ല രീതിയിൽ ആക്റ്റീവായി നിൽക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. നാച്ചുറോപ്പതി നോക്കുകയാണെങ്കിൽ മോണോ ഡയറ്റ് ഫാസ്റ്റിംഗ്, ഫ്രൂട്ട് ഫാസ്റ്റിംഗ്, അങ്ങനെ പല മെത്തേഡുകളുണ്ട്. അപ്പം നിങ്ങൾക്കൊരു എക്സ്പേർട്ടിനെ കണ്ട് നിങ്ങൾക്ക് വേണ്ട സൂട്ടബിൾ ആയിട്ടുള്ള ഫാസ്റ്റിംഗ് ടെക്നിക്ക് കൃത്യമായ ഒരു ഗൈഡ് ലൈൻസിലൂടെ അതിൻ്റെതായ അറ്റ്മോസ്ഫിയറിലൂടെ ചെയ്യുമ്പോൾ അത് തീർച്ചയായും ഹെൽപ്ഫുൾ ആവും. അല്ലാതെ അറിയാത്ത രീതിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫാസ്റ്റിംഗ് നോക്കി ചെയ്യുന്നത് നന്നാണെന്നില്ല. കാരണം എല്ലാ ആളുകൾക്കും അവരുടേതായ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് മെത്തേഡുകൾ ആവശ്യമാണ്. നിങ്ങൾ യൂട്യൂബിലൂടെയൊക്കെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇന്നൊരു ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് കരുതി ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അത് ദോഷമായിരിക്കും ചെയ്യുക. കാരണം ഒരുപാട് ഫാക്ടർ അത് ഇൻഫ്ലുവൻസ്ഡ് ആണ്. നിങ്ങളുടെ ഹെൽത്ത് ലെവല്, നിങ്ങളുടെ മെറ്റബോളിക് ലെവല്, ഇതൊക്കെ ഇതിൽ ഇൻഫ്ലുവൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ട് അതിൻ്റെ കൃത്യമായ സെറ്റിങ്സിൽ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോഴായിരിക്കും അതൊരു യൂസ്ഫുൾ ആവുന്ന കാര്യം. പക്ഷേ ഞാൻ ഇപ്പോൾ പറയുന്ന ഫാസ്റ്റിംഗ് വെച്ച് ഉദ്ദേശിച്ചത് ഒരു പർട്ടിക്കുലർ ഹവറിലേക്ക്, ഒരു 10-12 മണിക്കൂറിലേക്കൊക്കെ ആഹാരം സ്കിപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡ് പൊതുവെ ആളുകൾക്കൊക്കെ സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്കാണെങ്കിൽ നിങ്ങളുടെ ഗ്ലൂക്കോസ് ലെവൽ കൃത്യമായി മെയിൻറ്റെയിൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ ഷുഗർ ലെവലൊക്കെ വേരിയേഷൻ വരാം. അത്തരക്കാർക്ക് അത്രത്തോളം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം എന്നില്ല. ഇനി എക്സസൈസും ഒരു നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു സ്ട്രെസ്സാണ്. ഈ ഒരു സ്ട്രെസ് ഉൽപാദനത്തിലൂടെയും നമ്മുടെ ശരീരത്തിൽ ഈ കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ്റെ അളവ്, സെക്രീഷൻ കൂടാൻ സഹായിക്കും. ഇത് മുഖേനയും നമ്മുടെ ശരീരത്തിന് അലേർട്ടായി നിലനിർത്താനൊക്കെ സഹായിക്കും. അപ്പം എക്സസൈസ് പൊതുവെ നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമായിരിക്കും. ഇനി എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഡീപ്പ് ആൻഡ് ഇൻറ്റൻസ് ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്കുകൾ, ദീർഘമായി ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക, വളരെ ഫോഴ്സ്ഫുള്ളി ശ്വാസം പുറത്തോട്ട് വിടുക. ഇതൊരു 10-20 തവണ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ശരീരം ആക്റ്റീവായ ഫീലിംഗ് ഉണ്ടാവും. ഈ ഒരു പ്രാക്ടീസും നമ്മുടെ കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ ലെവലിൻ്റെ സെക്രീഷൻ, രക്തത്തിലേക്കുള്ള സെക്രീഷൻ കൂട്ടും. അത് മുഖേന നമ്മുടെ എനർജി ലെവൽ കൂട്ടും. ഇപ്പോൾ 5 മെത്തേഡുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഒന്നാമത്തേത് രാവിലെ തന്നെ ഈ വെയിൽ കൊള്ളുക എന്നുള്ള മെത്തേഡ്. രണ്ടാമത്തെ ഒരു ടെക്നിക്കാണ് കോൾഡ് ഷവർ. മൂന്നാമത്തെ ടെക്നിക്ക് ഫാസ്റ്റിംഗ്. നാലാമത്തേത് എക്സസൈസ്. അഞ്ചാമത്തേത് ഡീപ് ബ്രീതിങ് അല്ലെങ്കിൽ ഇൻറ്റൻസ് ബ്രീത്തിങ് മെത്തേഡുകൾ. ഈ മെത്തേഡുകൾ 5 മെത്തേഡുകൾ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് നോക്കുക. പ്രത്യേകിച്ച് ഹൃദ്രോഗങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഡീപ് ബ്രീത്തിങ് ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ കൺസേൺ തീർച്ചയായും എടുക്കുക. കാരണം ചില തരത്തിലുള്ള എക്സർഷൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അതുപോലെ ഈ എക്സസൈസ് ആണെങ്കിലും ചില തരത്തിലുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുക. വളരെ സേഫ് ആയിട്ടുള്ളൊരു മെത്തേഡ് പൊതുവെ ഏർലി മോർണിംഗ് സൺലൈറ്റ് കൊള്ളുക എന്നുള്ളത് തന്നെ ആയിരിക്കും. ഒരുപാട് നേരം കൊള്ളണമെന്നൊന്നുമല്ല, കുറച്ച് സമയത്തേക്ക് നിങ്ങൾ കൊള്ളുകയാണെങ്കിൽ തീർച്ചയായും
അത് ഹെൽപ്ഫുൾ ആവും. ഒരു 5-10 മിനിറ്റൊക്കെ നിങ്ങൾ അവയിൽ കൊണ്ടാലും മതി. അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് അടിയിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. അടുത്ത നല്ല കണ്ടന്റ് ആയിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ.